ഹലോ കൂട്ടുകാരെ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ഗാർലിക് മഷ്റൂമാണ് ഇത് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ബട്ടൺ മഷ്റൂമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിന് ഏറ്റവും നല്ലത് ബട്ടർ മഷ്റൂമാണ്. അപ്പോൾ അതിന് ഇതുപോലെ 2 കഷ്ണങ്ങളായിട്ട് എടുക്കുന്നുള്ളേ. ഇത് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിത് ഒരുപാട് കുഴഞ്ഞു പോകും. ജസ്റ്റ് 2 പീസായിട്ട് മാത്രം എടുക്കുക. ഒരുപാട് വലിയ മഷ്റൂം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4ആയിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 1/2 കിലോ മഷ്റൂമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിൻ്റെ അളവാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ മഷ്റൂം എല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ അരിഞ്ഞെടുക്കാവുള്ളൂ. അതെല്ലാം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിനകത്തേക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ സവാളയാണ്. ഒരു വലിയ സവാള ചെറുതായിട്ട് നുറുക്കിയതും, പിന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഒരു 1/4 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതും നല്ലപോലെ നുറുക്കിയെടുത്തതാണ്. പിന്നെ വേണ്ടത് മല്ലിയില. അപ്പോൾ ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുവാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് ബട്ടർ എന്തോരം ഇഷ്ടമാണോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാമേ. അതിനുശേഷം ബട്ടർ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് സവാള ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാമേ. സവാള ഒന്ന് കളർ ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്കതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂമും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ സവാള ഇതുപോലെ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞാൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നീളത്തിലൊന്നും അരിയരുത്. അപ്പോൾ സവാള ഒന്ന് കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് മഷ്റൂമും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാവേ. ഇനി നമുക്കിത് ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇതിനകത്തുനിന്ന് നല്ലപോലെ വെള്ളമൊക്കെ ഇറങ്ങി വരും. ആ ഒരു വെള്ളത്തിൽ തന്നെ നമ്മുടെ മഷ്റൂം അതിനകത്തുനിന്ന് വെന്ത് വരും കേട്ടോ. അപ്പം ഇതിനകത്ത് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളം ഒന്ന് വറ്റിയതിന് ശേഷം മാത്രം നമുക്കിതിനകത്ത് ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ നല്ല മൊത്തമൊക്കെ വെള്ളം ഇറങ്ങി വന്ന് ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് വെളുത്തുള്ളിയാണ് പ്രധാനമായിട്ട് വേണ്ടത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി നമ്മുടെ ആ വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നിടം വരെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് അടച്ച് വെച്ച് ഒന്ന് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വെച്ചാലും മതി. അപ്പോൾ നമുക്ക് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളതിനകത്ത് ബാക്കിയുള്ള ആ വെള്ളമയം എല്ലാം മാറിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഒരുപാട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. ആവശ്യാനുസരണം നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയേ. പിന്നെ ഇതിനകത്തേക്ക് ചേർക്കുന്നത് കുറച്ച് ചില്ലി ഫ്ലേക്സും കുരുമുളക് ചതച്ചതാണ് ചേർക്കേണ്ടത്, പൊടിയല്ല ചേർക്കേണ്ടത്. എൻ്റെ കയ്യിൽ കുരുമുളക് മുഴുവനായിട്ട് ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പക്ഷേ ഒരു പൊടി ചേർക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ കളർ അപ്പാടെ മാറിപ്പോകും. അപ്പോൾ നിങ്ങൾ കുരുമുളക് ചതച്ച് ചേർത്താൽ മതി കേട്ടോ. ഇതുപോലെ പൊടിയായിട്ട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചതച്ചത് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊടി ഒരു ലേശം ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ എരിവിനനുസരിച്ചിട്ടാണ് ഞാൻ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് എരിവായിട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയാൽ മതി കേട്ടോ. അപ്പോൾ അതിന് ശേഷം അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അത്രയേ ഉള്ളൂ. നമ്മുടെ ബട്ടർ മഷ്റൂം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നുമില്ല, വേറെ പരിപാടിയൊന്നും ഇല്ല ഇതിനകത്ത്. ഇനി ലാസ്റ്റ് ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയിലയും കുനുകുനാന്നരിഞ്ഞ മല്ലിയിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിത് സെർവ് ചെയ്യാം. അപ്പം അത്രയേ ഉള്ളൂ. ലാസ്റ്റ് ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് തീ ഓഫ് ചെയ്യാം. അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്താൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ മല്ലിയിലയുടെ ഒക്കെ ഒരു ഫ്ലേവർ അതിനകത്തിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. വെറുതെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. ലാസ്റ്റ് ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ലാസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അത് അപ്പാടെ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. അപ്പോൾ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് നിങ്ങൾ കമൻറ്റായിട്ട് ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിനും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.